നൃപൻ, ഈ ആശാസമരം തുടങ്ങിയപ്പോൾ ആദ്യം അവിടേക്ക് എത്തിയവരിൽ ഒരാൾ സുരേഷ് ഗോപിയാണ്. അന്നേരം നമ്മൾ അതിനെ ഒരു കേന്ദ്രമന്ത്രി എന്ന തലത്തിൽ ഉള്ള ഒരു സന്ദർശനം എന്ന വ്യാഖ്യാനമാണ് നൽകിയത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നതോടെ വളരെ കൃത്യമായി സംഘപരിവാറിൻ്റെ കൈകളാണ് ഈ സമരത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ഓരോ നിമിഷവും വ്യക്തമാവുകയാണ്. BMSൻ്റെ വലിയ പിന്തുണ ഈ സമരത്തിന് കിട്ടുന്നു. ഇപ്പോൾ സംഘപരിവാർ മാധ്യമങ്ങൾ വലിയ തോതിൽ ഈ സമരത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അവരുടെ ഔദ്യോഗിക മാധ്യമങ്ങളിലും രംഗത്ത് വരുന്നു. അതായത് മറ്റൊരു ദില്ലി മോഡൽ അണ്ണാ ഹസാരെ അഴിമതി വിരുദ്ധ സമരത്തിൻ്റെ ഒരു ചെറിയ പതിപ്പായി ഈ സമരത്തെ മാറ്റാനുള്ള നീക്കങ്ങൾ ഇന്നലെ വരെ നമ്മൾ ഒരു പൊതുമുഖത്തും കണ്ടിട്ടില്ലാത്ത KG താര എന്ന് പറയുന്ന മുൻ ഒരു ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥ ഈ സമരവേദിയിലേക്ക് വരുന്നു. ഒരു അപ്പൊളിറ്റിക്കലായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നണി കേരളത്തിൽ സാധ്യമാകും എന്ന തിരിച്ചറിവ് സംഘപരിവാറിൽ രൂപപ്പെട്ടിട്ടുണ്ടോ? ഇതിന്റെ ഗുണമാർക്കാണ് ഈ സമരം കൊണ്ട് ഈ തെരുവിലിരിക്കുന്ന ആശാവർക്കർമാർ എന്ന് പറയുന്ന കേവലം 384 പേർ മാത്രമാണ് ആകെ കേരളത്തിൽ 26,000 പേരിൽ ആശാവർക്കർമാരിൽ ഈ സമരത്തിൽ പിന്തുണ നൽകുന്നവർ. അതിൽ തന്നെ വിവിധ രാഷ്ട്രീയ നിലപാടുള്ളവരുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട SUC യുമായി ബന്ധപ്പെട്ടവരുണ്ട്, കോൺഗ്രസുകാരുണ്ട്, സംഘപരിവാറുണ്ട്. ഈ സമരം യഥാർത്ഥത്തിൽ കേന്ദ്ര പ്രോജക്റ്റാണ്. ഈ സമരം നടത്തേണ്ടത് ഈ നിലവിൽ ആശാവർക്കർമാരുടെ ഓണററിയും ഒപ്പം തന്നെ അവരുടെ അലവൻസും വർദ്ധിപ്പിക്കേണ്ട സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. സാധാരണ അറിയാം, നമ്മൾ കേന്ദ്ര സർക്കാരിനെ ബാധിക്കുന്ന കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്നത് തലസ്ഥാനത്താണെങ്കിൽ AG ഓഫീസിലും ഒപ്പം തന്നെ തപാല ഓഫീസിലൊക്കെ ആയിരിക്കും സമരം നടത്തുക. ഇത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ സമരം നടത്തുന്നുണ്ട്. ആ സമരം അങ്ങനെ സമരം നടത്തുന്നതിന്റെ മുദ്രാവാക്യത്തെ സംസ്ഥാന സർക്കാർ തള്ളി പറയുന്നില്ല. പക്ഷേ ഈ സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി, മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ, നിലവിലെ കേന്ദ്രമന്ത്രി സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയൊക്കെ ആ സമരപന്തലിൽ ഈ സമരക്കാർക്ക് പിന്തുണയുമായി എത്തുന്നുണ്ട്. അവരോട് ഈ ആശാവർക്കർമാർ ഒരാളും നിങ്ങളല്ലേ ഈ പറയുന്ന ഈ നിലപാടെടുക്കേണ്ടത്, ഇത് വർദ്ധിപ്പിച്ച് തരേണ്ടത്, വേതന വർധനവിന്റെ കാര്യത്തിൽ അന്തിമമായി ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത്, ഈ ഒരു ചോദ്യം അവരോട് ചോദിക്കാതെ SUCI എന്ന സംഘടന അത് തന്നെയാണ് നൃപൻ, അത് തന്നെയാണ്. അതായത് കേന്ദ്രത്തോട് അവർക്ക് പരാതിയില്ല, കേന്ദ്രത്തോട് അവർക്ക് ആവശ്യങ്ങളില്ല. എല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ വെച്ച് സർക്കാരാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്നൊരു പ്രതീതി സൃഷ്ടിക്കുക. 2, കേരളത്തിലെ പ്രമുഖമായ ട്രേഡ് യൂണിയനുകൾ CITU ആയാലും INTUC ആയാലും തൊഴിലാളികളുടെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങുന്നില്ല എന്നൊരു പരിപ്രേക്ഷ്യം ഉണ്ടാക്കിയെടുക്കൽ. അങ്ങനെ 2-3 കാര്യങ്ങൾ ഇതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ അവഗണിച്ചവർക്ക് വേണ്ടി ഞങ്ങളിതാ രംഗത്തിറങ്ങുന്നു, ഇനിയും ഞങ്ങൾ മുന്നിലുണ്ടാവും. ഇത് തന്നെയായിരുന്നു അണ്ണാ ഹസാരെ നടത്തിയ സമരം.